ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കോവയ്ക്ക ഫ്രൈ ആട്ടോ. എല്ലാവരുടെയും വീട്ടിലുണ്ടാവും, മിക്കവാറും എല്ലാവരും നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാവും. ഇതല്ലെങ്കിലും കോവയ്ക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പാർ കൂട്ടൊക്കെ മേടിക്കുന്ന കൂടി എന്തായാലും കോവയ്ക്ക കിട്ടാതിരിക്കില്ല. അപ്പോൾ അങ്ങനെ കിട്ടുന്ന കോവയ്ക്ക കൊണ്ട് നമുക്ക് പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് വരിക എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കോവയ്ക്ക. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വിശക്കുക എന്ന് പറഞ്ഞാലും അവർക്കും ഇഷ്ടപ്പെടും ഇത് ഫ്രൈ. പണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഈ കോവയ്ക്ക ഇങ്ങനെ വാട്ടി ഉണങ്ങി വെച്ചിട്ട് കൊണ്ടാട്ടമാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ അതിന് അത്രയ്ക്ക് വലിയ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ. ഇതിന് നല്ല ടേസ്റ്റാണ്. കാരണം വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് ഉണക്കിയൊന്നും വെക്കേണ്ട കാര്യമില്ല. നമുക്ക് കഴിക്കാൻ തോന്നുന്ന ആ സമയമാകുമ്പം ഈ കോവയ്ക്ക എടുക്കുക, ഇങ്ങനെ അരിയുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ്, പിന്നെ ഇത് കണ്ടോ, അത്രയും ഒരു ടീസ്പൂണ് നമ്മൾ മൈദാപ്പൊടി എടുക്കുന്നുണ്ട്, ഒരു ടീസ്പൂണ് കോൺഫ്ലവറും എടുക്കുന്നുണ്ട്. കാരണം അതിനൊരു കോട്ടിങ് കിട്ടാനാണ്, നല്ല ക്രിപ്സി ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഒരു ശകലം പഞ്ചസാരയും കൂടെ ചേർക്കാം, കാരണം ഒരു ടേസ്റ്റാണ്. പിന്നെ കുറച്ച് മുളക് പൊടി, ഇത്രയും സാധനം ചേർത്തിട്ട് നമ്മൾ ഇതിലേക്ക് കോവയ്ക്ക് മഞ്ഞൾപ്പൊടി കൂടി ഇടണം കേട്ടോ. അതും കൂടി ഇടണം. എന്നിട്ട് കോവയ്ക്കല്ലേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതാണെങ്കിൽ, ഇതാണ് ഇപ്പോഴാണ് പഞ്ചസാര ഇട്ടത് കേട്ടോ. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിപ്പോകുന്നുണ്ട്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എന്നാലും ഞാൻ എല്ലാം പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് പയ്യെ ആ സ്പൂൺ വെച്ചിങ്ങനെ ഇളക്കുക. ഇളക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് കോവയ്ക്ക വാരിയിടണം. കോവയ്ക്ക നമ്മൾ ഒത്തിരി തിരുമുണ്ട്. ആദ്യമായിട്ട് ഇങ്ങനെ കുടഞ്ഞ് കഴിഞ്ഞ് കുറേ പിടിപ്പിക്കുക. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ തിരുമ്മി കഴിയുമ്പോൾ ആ വെള്ളത്തോട് കൂടിയ ഒരെണ്ണത്തെ തന്നെ കൂടുതൽ പിടിക്കും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് കുടയണം. കുടഞ്ഞിട്ട് എന്തെങ്കിലും ചെറിയ ഈർക്കിളി പോലെയോ അല്ലെങ്കിൽ ചെറിയ സ്പൂണിൻ്റെ തിരിച്ച് വെച്ചിട്ടോ, ഞാനിപ്പോൾ എളുപ്പത്തിന് ആ സ്പൂൺ കൊണ്ട് തന്നെ തിരുവി, അത് കഴിയുമ്പോൾ അടുത്ത കത്തി എടുത്തിട്ടൊന്ന് ചെയ്യും കേട്ടോ. കത്തിയുടെ മോനെ കൊണ്ടാണെങ്കിലും ഇങ്ങനെ ഇളക്കി അതേ പിടിച്ചിട്ട് ഒരു കുറച്ച് സമയം ഇരുന്നാൽ മതി. ആ ഇരുന്ന് നന്നായിട്ട് ഇത് കൂട്ടിക്കാവും. പിന്നെ അയ്യോ, ഞാൻ പറയാൻ മറന്നുപോയി, ഞാൻ പ്രീത ചേച്ചി, പ്രീതാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോഴത്തേനും നമ്മുടെ എണ്ണ ഇതേ പാനിലൊന്ന് ചൂടായി നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഞാൻ പിന്നെ ഒത്തിരി എണ്ണയൊന്നും ഉപയോഗിക്കില്ല കേട്ടോ. എണ്ണ ഉപയോഗിച്ച് നമ്മളെ ശരീരം നമ്മൾ എന്തിനാണ് കളയണത് എന്ന് വിചാരിച്ച് ഒരു കുറച്ച് എണ്ണ നമുക്കൊന്ന് പയ്യെ നകന്ന്, ഇത് നല്ല ഒത്തിരി എണ്ണയിലേക്ക് ഇട്ടാൻ കിട്ടി കഴിഞ്ഞാൽ നല്ല പൊരിഞ്ഞിങ്ങ് വരും കേട്ടോ. ഈ കാറ്ററിങ്ങുകാരെല്ലാം അങ്ങനെ ചെയ്യുന്നത്. ഞാനിത് ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഒരു പ്രാവശ്യം എനിക്ക് എന്തോ ഒരു പരിപാടിക്ക്, ഒരു മാമോദിസിക്ക് അവിടെ ചെന്നപ്പോൾ ഈ കൊണ്ടാട്ടൻ എനിക്ക് കിട്ടി. എനിക്കതങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാനത് കുറേ വാരി തിന്നു കേട്ടോ. അന്ന് തിന്നപ്പോൾ ഞാൻ ഓരോ ബൈറ്റും നമ്മൾ കടിക്കുമ്പോൾ നമ്മൾ ആലോചിച്ചാൽ കടിക്കണം ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന്. അങ്ങനെ വന്ന് കുറേ ദിവസങ്ങൾ കൊണ്ട് പരീക്ഷിച്ച് അവസാനം സക്സസ് ആയതാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കി. എന്നിട്ട് ഇങ്ങനെ സാവധാനം ഇളക്കണം, ഒത്തിരി ഇട്ടുകൊണ്ട് ഇളക്കരുത്. ഇപ്പോൾ കണ്ടോ പയ്യെ ഉണങ്ങിയൊക്കെ വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് കരിയാപ്പില ഇടണം. കുറേ കരിയാപ്പില ഇട്ടു, കുഴപ്പമൊന്നുമില്ല. കരിയാപ്പില എപ്പോഴും നല്ല ഗുണമുള്ള സാധനമാണ്. കോവയ്ക്ക നല്ല ഗുണമുള്ളതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.